ഹലോ എല്ലാവർക്കും സ്വാഗതം. സനാതനം ഈ വാക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ ശരിക്കും എന്താണിതിന്റെ അർത്ഥം? ഇന്ന് നമ്മൾ പാസ്റ്റർ എൽവിസ് ഫോർചർച്ചിന്റെ ഒരു പ്രഭാഷണം വെച്ച് സനാതനം എന്ന ഈ ആശയത്തെയൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് നിത്യമായത്? നമുക്ക് നോക്കാം. അപ്പോ എന്തെങ്കിലും ഒന്ന് ശാശ്വതമായിരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ. ഒരു കാര്യത്തിനെ എന്താണ് ശരിക്കും നിത്യമാക്കുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഈ പ്രഭാഷണമനുസരിച്ച് സനാതനം എന്ന വാക്കിന് വളരെ ലളിതമായ ഒരു നിർവചനമാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റില്ല, മായ്ക്കാൻ പറ്റില്ല, പിന്നെ അവസാനിപ്പിക്കാനും പറ്റില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു ബേസ്, ഒരു അടിത്തറ. ശരി, അപ്പോൾ ഒരു കാര്യത്തിന് സനാതനം എന്ന് വിളിക്കണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ വേണ്ടേ? ഈ പ്രഭാഷണം പറയുന്നത് 3 പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ടെന്നാണ്. നമുക്കവ ഓരോന്നായിട്ടൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, അത് നശിപ്പിക്കാൻ പറ്റാത്തതായിരിക്കണം. അതായത് ഒരു ശക്തിക്കും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിന്റ്, അത് കാലാതീതമാണ്. സിമ്പിളായി പറഞ്ഞാൽ സമയം അതിനെ ബാധിക്കില്ല, അതിന് പ്രായമാവില്ല, അതിന്റെ കാലാവധി തീരില്ല. മൂന്നാമതായി, അതൊരിക്കലും മാറില്ല. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എപ്പോഴും നിലനിൽക്കും. ഈ 3 ഗുണങ്ങളും ചേരുമ്പോഴാണ് ഒന്നിനെ നമുക്ക് സനാതനം എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ സനാതനം എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ ആശയം കുറച്ചുകൂടി ക്ലിയർ ആവാൻ പ്രഭാഷണത്തിൽ പറയുന്ന ബൈബിളിൽ നിന്നുള്ള 7 ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദാ ഈ കാണുന്നതാണ് ആ 7 കാര്യങ്ങൾ, ദൈവരാജ്യം തൊട്ട് ത്രിത്വം വരെ. ഈ പ്രഭാഷണത്തിൽ ഇവയെല്ലാമാണ് സനാതനം എന്നതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. നമുക്കിനി ഇവ ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം നോക്കാം. ഒന്നാമത്തത് ദൈവരാജ്യം, അതായത് തലമുറകളോളം അവസാനിക്കാതെ നിലനിൽക്കുന്ന ഒരു ഭരണം. രണ്ടാമത്തത് നരകാഗ്നി. മത്തായി 18 ഇതിനെക്കുറിച്ച് പറയുന്നത് കെടാത്ത തീ, ഒരു നിത്യശിക്ഷ എന്നൊക്കെയാണ്. മൂന്നാമത്തത് നിത്യാനന്ദം, അതായത് ദൈവം നൽകുന്ന ഒരിക്കലും തീരാത്ത വറ്റാത്ത ഒരു സന്തോഷം. ഇനി വരുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. നോക്കൂ, യേശുവിന്റെ വാക്കുകൾക്ക് പോലും നിത്യജീവൻ തരാൻ കഴിയും എന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. ശിമയോൻ പത്രോസിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതെത്രത്തോളം ശരിയാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ശരി, ഇനി നമുക്ക് ബാക്കിയുള്ള 3 ഉദാഹരണങ്ങളിലേക്ക് പോകാം. യേശുവിന്റെ ബലി, അത് എല്ലാ കാലത്തേക്കുമായി ഒരൊറ്റ തവണ മാത്രം അർപ്പിച്ച ഒന്നാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സുവിശേഷം. വെളിപാട് പുസ്തകത്തിൽ ഇതിനെ എല്ലാവർക്കുമുള്ള നിത്യമായ സുവാർത്ത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അവസാനമായി ത്രിത്വം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ നിത്യരാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ സനാതനമെന്ന ആശയം നമ്മളുമായിട്ട്, നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഈ പ്രഭാഷണത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരു താരതമ്യം നോക്കൂ. ഒരു വശത്ത് നമ്മുടെ ഇപ്പോഴത്തെ ശരീരം, അത് നശ്വരമാണ്, മാംസവും രക്തവും കൊണ്ടുള്ളതാണ്, അവസാനം മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ മറുവശത്ത് വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ശരീരമുണ്ട്. അത് അനശ്വരമാണ്, മഹത്വമുള്ളതാണ്, യേശുവിന്റെ പുനരുത്ഥാനം ചെയ്ത ശരീരം പോലെ ഒരിക്കലും നശിക്കാത്ത ഒന്നായിരിക്കും അത്. ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ആശയം എന്തു മാറ്റമാണ് കൊണ്ടുവരുന്നത്? നമുക്ക് നോക്കാം. ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം നിത്യമായതുകൊണ്ട്, അതായത് സനാതനമായതുകൊണ്ട് അതൊന്നും നശിച്ചുപോകുമോ അല്ലെങ്കിൽ അവസാനിക്കുമോ എന്ന് ഒരു വിശ്വാസി ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് തന്നെ ഈയൊരു ചിന്തയിലാണ്. ഈയൊരു ഉദ്ധരണിയിൽ എല്ലാമുണ്ട്. വിശ്വാസികൾ ഭയപ്പെടാത്തതിന്റെ കാരണം ഇതാണ്. കാരണം അവരുടെ അടിസ്ഥാനം നിത്യമാണ്. എത്ര പവർഫുള്ളായ ഒരു വാക്യമാണല്ലേ? അപ്പോൾ ഈ നിത്യമായത് അഥവാ സനാതനം എന്ന ആശയം നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെയും ജീവിതത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ.